Hello, good morning. Hello. Hello, good morning. Good morning, ma'am. Sound illala. Sound illanda etra nera class keritre. Good morning, ma'am. Sound illalo. Annodi parne good morning. Good morning, ma'am. Yes. Sound. Good morning, ma'am. വിശ്വൊക്കെ കഴിഞ്ഞിട്ട് ഒരു എനർജി ഇല്ലാത്ത പോലെ തോന്നുന്നത്. ഫുഡൊന്നും കഴിച്ചില്ല. Good morning, ma'am. Ma'am ഒന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. Thank you very much. ഇന്നെന്താ ഫുഡ് കഴിക്കാത്ത പോലെ കുറച്ചു പേരൊക്കെ ഇങ്ങനെ സൗണ്ട് ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്ന പോലെ വിഷമത്തിലാണോ? യോഗ ഞങ്ങൾക്ക് എന്താ പറയാ പുതിയ എന്താ പറയാ നമ്മുടെ ഈസ്റ്റർ വരുന്നത്, പിന്നെ വിഷു അങ്ങോട്ട് കഴിഞ്ഞുള്ളൂ, പിന്നെ ക്ലാസ് യോഗ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവരും? ഒന്ന് ഉഷാറായേ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇല്ല. എനർജി വന്നു. യെസ്. നിങ്ങളുടെ കൂട്ടുകാരികളോ ആരെങ്കിലും ഒക്കെ നമ്മളുടെ ഇവിടെ ഒരു ബാച്ചിന്റെ 2 ബാച്ചസിന്റെ കോൺവക്കേഷനൊക്കെ കഴിഞ്ഞിരുന്നു. ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നവര് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ വന്നവരില്? നോ, ആർക്കും ഉണ്ടായിരുന്നില്ല. ഓക്കെ, 47 പേര് ഇവിടെ ഉണ്ട്. 47 അല്ല 45 പേരുണ്ട്. ആരുടെ ഉണ്ടായിരുന്നില്ല അല്ലെ? ചില ബാച്ചസിലൊക്കെ കയറുമ്പോ അവരുടെയൊക്കെ ഫ്രണ്ട്സ് അവര് മറ്റേ ചിലപ്പോ ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടൊക്കെ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ഉണ്ടാവും പറയാറുണ്ട്. അതിനെ ചോദിച്ചത്. നമ്മളുടെ ഒരു 2 ബാച്ചിന്റെ കോൺവക്കേഷൻ കഴിഞ്ഞ സാറ്റർഡേയിലായിരുന്നു. അത് കഴിഞ്ഞു. അത് കാരണം ഞങ്ങൾക്ക് അതിന്റെ ഇടയിൽ പെട്ടുപോയി. നമ്മുടെ വിഷു ആഘോഷമൊക്കെ ഇടയിൽ പെട്ടുപോയി. അപ്പൊ സെപ്പറേറ്റ് ഒരു വിഷു ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല. നമ്മളിനി അപ്കമിങ് ഈസ്റ്ററിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും കാണാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഹാപ്പി വിഷു. വിളിച്ചത് ആള് കുറച്ച് വൈകിയാണെങ്കിലും വിഷു ഒക്കെ നന്നായി ആഘോഷിച്ച് കാണുമല്ലോ അല്ലെ? എല്ലാവരും അവരവരുടെ വീട്ടിലേക്കൊക്കെ പോയി ഒക്കെ തിരിച്ചൊക്കെ എത്തിയോ? എത്തിയില്ല? എത്തി. ഓക്കെ, ഇനി നമുക്ക് ഈസ്റ്ററിന് വേണ്ടി കാത്തിരിക്കാം. അപ്പൊ ഇന്ന് ആതിര ടീച്ചർ ഇല്ല. ആതിര ടീച്ചറുടെ ക്ലാസ് ആയിരുന്നു അല്ലെ ഇത്? ആതിര പിപിയുടെ ആതിര ടീച്ചറുടെ ക്ലാസ് അല്ലേ? എസ്. ടീച്ചർക്ക് എന്താ പറയാ അത്യാവശ്യമായിട്ട് ഈ ഒരാഴ്ച ഉണ്ടാവില്ല. ടീച്ചറിന്റെ ക്ലാസ്സിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും എടുക്കാം. ടീച്ചറിന്റെ കുട്ടിക്ക് വയ്യാത്തതുകൊണ്ടാണ്. ഡിപ്ലോമക്കാർക്ക് PGക്കാർക്ക് ഇല്ല. ഇപ്പൊ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല PG കൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് ആണെങ്കിൽ അങ്ങനെ. ഐ തിങ്ക് അങ്ങനെയാണ്. ഡിപ്ലോമയുടെ അങ്ങനെ വരുമ്പോ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റ് മാത്രം തരും. സർട്ടിഫിക്കറ്റ് PGയുടെ വരുമ്പോ ആയിരിക്കും തരിക. അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട് പിള്ളേരുടെ. PG ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ടൊക്കെ വന്നിരുന്നു. കോൺവക്കേഷൻ അങ്ങനെയാണ് നടത്തിയത്. നല്ല രീതിയിലുള്ള കോൺവക്കേഷൻ ഒക്കെ ആയിരുന്നു. കാരണം കുട്ടികളെ കുറെ നാളുകൾ നമ്മളിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ 5-6 മാസമൊക്കെ ഇങ്ങനെ കാണാതെ ഇരുന്ന് പഠിപ്പിച്ചിട്ട് കണ്ടു കഴിയുമ്പോഴേ നേരിട്ട് ഇങ്ങനെ കാണുമ്പോ നമ്മളുടെ ആരോ വളരെ പ്രിയപ്പെട്ടവര് കുറെ ദൂരെയായിരുന്നിട്ട് കുറെ ദിവസങ്ങൾ എത്തി കാണുന്ന ഒരു ഫീലായിരുന്നു അവരെയൊക്കെ കണ്ടപ്പോ. അപ്പൊ അതുപോലെയൊക്കെ നിങ്ങളെയും കാണുന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ നിങ്ങൾ പഠിക്കാൻ മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ വേറെ വർത്താനത്തിനൊന്നും നിൽക്കൂലെന്നാണോ? പൊളിക്കണം. യെസ്, അതെ, സത്യത പറയുന്നു. നമുക്ക് പൊളിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ കട്ട വെയിറ്റിംഗിലാണ് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും കാണുന്നതൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സഫലീകരിക്കാനായിട്ട് കുറച്ചുകൂടി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് എടുക്കാം. അധികം സമയം കളയേണ്ട. കിട്ടുന്ന സമയം അതായത് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ആവുമ്പോ നിങ്ങൾക്ക് എന്താ പറയാ ഭയങ്കര ഓടിപ്പാഞ്ഞൊക്കെ എടുത്ത് തീർക്കേണ്ടി വരും. നിങ്ങൾ വെയിറ്റിംഗിലാണല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗിലാണ്. ഇതൊക്കെ നമുക്ക് പിന്നീട് കാണാം അല്ലെ? നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതൊക്കെ ഉണ്ടാവുക.
ഓക്കെ, നിങ്ങൾ ഇതിന്റെ ഇവിടെ നടന്ന കാര്യങ്ങളുടെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടാവും, കുറെയൊക്കെ ഫോട്ടോസ് ആയിരിക്കും കണ്ടിരിക്കുക, ചില ആളുകളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്, ബാക്കിയൊക്കെ നിങ്ങൾ പിന്നീട് കാണും. ഓക്കെ, പോയിരിക്കുന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതായിരിക്കും ഡേറ്റ് ഒക്കെ നിങ്ങളെ അറിയിക്കും, നേരത്തെ കൂടി അറിയിക്കും. 1 മാസം കൊണ്ടൊക്കെ നിങ്ങളുടെ അതിനുള്ള ഇൻഫർമേഷൻ ഒക്കെ എന്തായാലും തരും കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. എവിടെ വരെ എടുത്തത് വല്ല ഓർമ്മയുണ്ടോ? ഇത് പറയാമോ? പറയും, നിങ്ങൾ പറയുന്നത് ഞാൻ തുടങ്ങുള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സണൽ മാനേജർ ആണോ? ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ അവിടെ വരെ അല്ലേ എടുത്തത്? കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട്, കഴിഞ്ഞ അതിന് ഇടയിൽ ഒരു തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ലാലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ചോദിക്കണേ. ഞാൻ എന്റെ ഒരു ഓർമ്മ അവിടെ കാണുന്നതാണ്, ഓർമ്മയില്ല, നമ്മളെ നോട്ട് ചെയ്ത് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളതായിട്ട്, അപ്പൊ നമ്മള് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ്, അതായത് ഒരു പേഴ്സണൽ മാനേജർക്ക്, പേഴ്സണൽ മാനേജർ ആണ് അതെ റോൾ എടുക്കണം. അപ്പൊ പേഴ്സണൽ മാനേജർ എന്ന് പറയുമ്പോൾ തൊഴിലാളികളെയൊക്കെ മാനേജ് ചെയ്യും. നമ്മൾ പറഞ്ഞു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ പേഴ്സണൽ മാനേജറിൽ നിന്നാണ് നമ്മൾ വല്ലേ കേട്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിലേക്ക് എത്താൻ പോണേ. ഓക്കെ, അപ്പൊ പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ചില സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞു തീർത്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ മാനേജറിന്റെ റോളാണ്. റോള്, എന്തൊക്കെ റോളാണ് ഒരു പേഴ്സണൽ മാനേജർക്ക് ഉള്ളത്, ആരൊക്കെ ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരും, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഏതൊക്കെ റോൾ അഭിനയിക്കേണ്ടി വരും നമ്മുടെ പേഴ്സണൽ മാനേജർക്ക്. പ്രധാനമായിട്ടും പേഴ്സണൽ മാനേജർക്ക് അഭിനയിക്കേണ്ടി വരുന്ന 4 റോളുകളാണ്: പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്നിങ്ങനെ 4 റോളുകൾ എന്താ പറയാ അഭിനയിച്ച് തീർക്കണം അല്ലെങ്കിൽ ചെയ്തു തീർക്കാനുണ്ട് ഒരു ഓർഗനൈസേഷനിൽ. ഏതൊക്കെയാണ്? പേഴ്സണൽ, സ്പെല്ലിംഗ് നോക്കണം, പേഴ്സണൽ റോൾ, വെൽഫെയർ റോൾ, ക്ലറിക്കൽ റോൾ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. ഇനി ഈ ഓരോ റോളിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ പേഴ്സണൽ മാനേജർക്ക് പേഴ്സണൽ ആയിട്ടുള്ള റോൾ, ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യുന്ന, തൊഴിലാളികളൊക്കെ മാനേജ് ചെയ്യുന്ന ആ റോളില് എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി ചെയ്യേണ്ടത് എന്നാണ്. ഒന്നാമത്തേത് അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. എന്താ അഡ്വൈസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉപദേശകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിന് ഹ്യൂമൻ റിസോഴ്സുകളെ ഹൗ ടു യൂസ് ദം, ഈ തൊഴിലാളികളെയൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ടോപ്പ് മാനേജ്മെന്റിലേക്ക് അറിയിക്കേണ്ട ഒരു റോള് ആർക്കാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ്. ഓക്കെ, അതായത് നമ്മുടെ പേഴ്സണൽ മാനേജർക്കാണ്. പേഴ്സണൽ മാനേജർ അവിടെയുള്ള തൊഴിലാളികളുടെ ഒക്കെ കാര്യങ്ങൾ അവരെങ്ങനെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ എന്താ പറയാ അച്ചീവ്മെന്റിന് വേണ്ടി, സക്സസിന് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാം, എങ്ങനെ ഓരോ ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് പ്രത്യേകം തരം തിരിച്ച് അവർക്ക് ഓരോ ജോലികളൊക്കെ കൊടുത്ത് പരമാവധി മാക്സിമം അവരെ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു അഡ്വൈസിങ് ആർക്ക് കൊടുക്കുന്നു? ടോപ്പ് മാനേജ്മെന്റിലേക്ക് എത്തിക്കുന്നു. ആ ഒരു റോളാണ് ഒന്നാമത് പേഴ്സണൽ റോളിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ പേഴ്സണൽ റോളിൽ വരുന്ന ഒന്നാണ് മാൻ പവർ പ്ലാനിങ്. മാൻ പവറിനെ പ്ലാൻ ചെയ്യുക. എങ്ങനെ മാൻ പവറിനെ പ്ലാൻ ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂസ് ഒക്കെ നടത്തി, അതായത് പുതിയ ജോലിക്കാരെ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ജോലിക്ക് എടുക്കുന്നു. അത് ഇന്റർവ്യൂവും സെലക്ഷനും ഒക്കെ നടത്തിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതും ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജർ ആണ്. അണ്ടർ ദ പേഴ്സണൽ റോൾ, പേഴ്സണൽ റോളില് പേഴ്സണൽ മാനേജർക്കുള്ള ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി മറ്റൊന്നാണ് ഇതേപോലെ തന്നെ തൊഴിലാളികൾക്ക് ട്രെയിനിങ്ങും അവർക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്. എല്ലാവർക്കും ലൈൻമെൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും, എല്ലാ തൊഴിലാളികൾക്കും ആവശ്യം വേണ്ട നേരത്തൊക്കെ ട്രെയിനിങ്, അവരുടെ ഡെവലപ്മെന്റ്, അതായത് തൊഴിലാളികളുടെ എല്ലാ കാര്യവും വരുന്നതാണ് പേഴ്സണൽ റോളിൽ. തൊഴിലാളികളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ചില കാര്യങ്ങളാണ്. തൊഴിലാളികളെ ഹൗ ടു യൂസ് ദം, മാക്സിമം യൂട്ടിലൈസ് എങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ, അതായത് വർക്കേഴ്സിനെ ആയിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലിക്കാരെ ആയിക്കോട്ടെ ഇവരൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ അഡ്വൈസിങ് ടു ദ മാനേജ്മെന്റിനെ അറിയിക്കുക, അഡ്വൈസ് ചെയ്യുക. ഇതാണ് പേഴ്സണൽ റോളിൽ ഒന്നാമത്തെ വരുന്നത്. രണ്ടാമത്തേത് മാൻ പവർ പ്ലാനിങ് വിച്ച് ഇൻക്ലൂഡ്സ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂസ് സച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഓൾ മെൻ, ലൈൻമെൻ എന്ന് പറയുന്നത് എല്ലാ ആളുകളും ആണ് കേട്ടോ, എല്ലാ വർക്കേഴ്സും ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെഷർമെന്റ് ആൻഡ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, അതായത്
ഓരോ ജോലിക്കാരുടെയും ഒറ്റയ്ക്കായിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും അവർ ചെയ്യുന്ന ജോലികളെയൊക്കെ അസസ് ചെയ്യുക, മെഷർ ചെയ്യുക. എത്രത്തോളം ജോലി ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എത്ര ജോലി ചെയ്യും എന്ന് മാത്രം നോക്കിയാൽ പോരാ. ഗ്രൂപ്പായിട്ടല്ലല്ലോ ശമ്പളം മേടിച്ചുകൊണ്ടാണത് എങ്ങനെയാ ഒറ്റയ്ക്കെടുക്കല്ലേ ആണോ? എല്ലാവരും അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അസസ് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ, എവിടെയെങ്കിലും വേഗത്തിലൊക്കെ തൊഴിലാളികള് ജോലി ചെയ്യാതെ ഇരുന്നിട്ട് എന്താ പറയാ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അവരുടെ കൂടി ജോലി മറ്റുള്ളവർ ചെയ്തു എടുക്കുന്നു എന്നുള്ള ആ ഒരു ഇത് വരാതെ എല്ലാവർക്കും അവരവർക്ക് കിട്ടുന്ന സമയത്തിനും ഇതിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ജോലി അവര് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അത് മെഷർ ചെയ്യുക. ഓക്കെ, അതിനെയാണ് മെഷർമെന്റ് ആൻഡ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കായിട്ടും എല്ലാവരും കൂടി ഇത്ര കാര്യം ചെയ്തു, ഓക്കെ, എല്ലാവരും കൂടി ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് പോരാ. ഈച്ച് ആൻഡ് എവരി വണ്ണിനെ കൂടി നമ്മൾ മെഷർ ചെയ്യണം, അവരുടെ വർക്ക് കൂടി അസസ് ചെയ്യണം. ഓക്കെ, അതാണ്. അപ്പൊ പേഴ്സണൽ റോളിൽ ഈ 4 കാര്യങ്ങളാണ് വരിക. ഒന്ന്, അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കുക, അഡ്വൈസിംഗ് ദ മാനേജ്മെന്റ് how to effectively use the human resources. അടുത്തത് മാൻ പവർ പ്ലാനിംഗ് ആണ്, which includes recruitment, selection, etc. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ സ്റ്റാഫ്, എല്ലാവർക്കും വേണ്ട ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുക്കുക. അവസാനത്തേതാണ് മെഷർമെന്റ് ഓർ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ക്ലിയർ ആയോ? പേഴ്സണൽ റോൾ മനസ്സിലായോ? പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തത് എന്താ? വെൽഫെയർ റോളാണ്. വെൽഫെയർ റോളാണ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷേമം. അതായത് തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ തൊഴിലിനകത്ത് ചില തൊഴിലാളികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില ക്ഷേമങ്ങളുണ്ട്. മലയാളത്തിലും ക്ഷേമമല്ലേ വാക്ക്? അതെ. അപ്പൊ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു റോളാണ് രണ്ടാമത്തേത് വരുന്നത്, വെൽഫെയർ റോള്. എന്തൊക്കെയാണ് അവിടെ വെൽഫെയർ റോള് നടക്കുന്നത്? റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. അതായത് ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ റിസർച്ച് നടത്തുക. തൊഴിലാളികൾ എന്തെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില എന്തെങ്കിലുമൊക്കെ നമുക്കറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ലല്ലോ എല്ലാം. വീട്ടിൽ നിന്ന് തന്നെ മറ്റൊക്കെ തന്നെ പരസ്പര അടിയാണ് ഇപ്പോ, അല്ലെ? അക്രമവും അടി ബഹളമൊക്കെയാണ്. അത് അപ്പൊ ഒരു ബ്ലഡ് റിലേഷനുള്ള ആളുകൾ നമ്മൾ പരസ്പരം എത്ര എന്താ പറയാ മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു ഓർഗനൈസേഷനിൽ പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് പല വീടുകളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ തമ്മിൽ ഒരു റൂഫിന്റെ കീഴിൽ നിന്ന് ജോലി ചെയ്യണം. അപ്പൊ അവിടെ എന്തുണ്ടാകും? ചില ആളുകൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല, ഇത് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെ ചില പ്രശ്നങ്ങൾ അല്ലെ, വാക്ക് തർക്കങ്ങളും മറ്റൊക്കെ ഉണ്ടാകും. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് റിസർച്ച് നടത്തി കണ്ടുപിടിക്കുക. അത് ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ? എല്ലാ എംപ്ലോയീസും ഒരേ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് വലിയ പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയാലാണ് അത് ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് എത്തുള്ളൂ, അല്ലെ? അപ്പൊ അതൊക്കെ നോക്കി അന്വേഷിച്ച് കണ്ടുപിടിക്കണം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ. ഓക്കെ, ഇനി മറ്റ് ചില കുഞ്ഞു കുഞ്ഞു സേവനങ്ങൾ കൂടി എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുക, ലൈക്ക് ക്യാൻറ്റീൻസ്, ക്രഷസ്, എക്സെട്ര. എന്താ ക്യാൻറ്റീന് പറയാം? എംപ്ലോയീസിന് ജോലിക്ക് വരുമ്പോൾ ചിലപ്പോൾ കൂടെ കെട്ടിക്കൊന്നും കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെ ഒരു ക്യാൻറ്റീനൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ചീപ്പ് റേറ്റിൽ, അതായത് വളരെ കുറഞ്ഞ വിലക്കൊക്കെ അവർക്ക് ഫുഡ് അവൈലബിൾ ആക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ച് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ വർക്കേഴ്സിന്റെ എംപ്ലോയീസിന്റെ ഒക്കെ വെൽഫെയറിന് വേണ്ടി ചെയ്യേണ്ട ചില സേവനങ്ങളാണ്. അപ്പൊ ക്യാൻറ്റീന്, അതുപോലെ തന്നെ ക്രഷസ് ആണ്. ക്രഷസ് എന്ന് പറഞ്ഞാൽ എന്താ? The place where small children, അതായത് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഈ വർക്കേഴ്സിന്റെ മക്കള് അല്ലെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വീട്ടില് പച്ചിക്കാക്കിയിട്ടൊക്കെ പോരാൻ പറ്റില്ല, വേറെ ആരും തന്നെ നോക്കാനൊന്നും അന്വേഷിക്കാനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കൊച്ചുകുട്ടികളെ വർക്കേഴ്സിന്റെ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ എവിടെയെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുക. അപ്പൊ അവിടെയൊക്കെ അവരെ നോക്കാനായിട്ട് ഒരു എംപ്ലോയിനെയൊക്കെ നിർത്തി എന്താ പറയാ ഇങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ നിർത്തിയിട്ട് ആ കുട്ടികളെയൊക്കെ വൈകുന്നേരം അവർ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളും. അതുവരെയൊക്കെ അവരൊന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു സേവനം. അതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വർക്കേഴ്സിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെയുള്ള സർവീസസ് ഉണ്ട്. ക്യാൻറ്റീൻസ്, ക്രഷസ്. ക്രഷ് എന്താണെന്ന് മനസ്സിലായോ? CRECHES. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താ? ഗ്രൂപ്പ് ആയിട്ടുള്ള കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഈ വർക്കേഴ്സ് എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ക്ലാസ്സസ് കൊടുക്കുക, അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഞാൻ എല്ലാവരിലും ലീഡറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഐ വിൽ ബി എ ലീഡർ, അല്ലെ? നമ്മളൊരു ലീഡർ എന്ന രീതിയിൽ കുറച്ചുകൂടി ഇങ്ങനെ വേർപെടുത്തും. അങ്ങനെയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാവരിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു
കാര്യം. അതാണ് ഗ്രൂപ്പ് ഡയലറ്റിക്സ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതാണ് വെൽഫെയർ റോളില്. മനസ്സിലായോ? ഗ്രൂപ്പ് ഡയലറ്റിക്സ് സച്ച് ആസ് ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അത്ര 3 വെൽഫെയർ റോളുകളെ നമ്മുടെ പേഴ്സണൽ മാനേജർക്കുള്ളൂ. വെൽഫെയർ സംബന്ധമായിട്ടുള്ളത് 3 റോളുകളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്, personal and also organizational problems research ചെയ്യുക. നെക്സ്റ്റ് വൺ മാനേജിംഗ് സർവീസസ് such as crushes and canteens. മൂന്നാമത്തേത് ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻസ് എക്സെട്ര. അത്ര ഓർത്താൽ മതി. ക്ലിയർ ആയോ? വെൽഫെയർ റോൾ മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ ക്ലറിക്കൽ റോളാണ്. ക്ലറിക്കൽ, ക്ലർക്കിന്റെ ഡ്യൂട്ടി. ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലർക്കുമാര് സാധാരണ എന്താ ചെയ്യാ? അവർക്ക് കുറെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം അല്ലെ? അപ്പൊ അതിനകത്ത് ഒന്നാണ് ടൈം കീപ്പിംഗ്. കൃത്യമായ സമയത്തിന് ജോലിക്കാരൊക്കെ വന്നു പോകുന്നുണ്ടോ എന്ന് അതിന് വേണ്ടിയുള്ള ഒരു ടൈം കീപ്പിംഗ് ഒരു കാര്യം. ഇന്ന് ടൈം കീപ്പിങ്ങിന് വേണ്ടിയിട്ട് മുഖ്യ ഓർഗനൈസേഷൻസിൽ എന്തുണ്ട്? എന്നിട്ട് നിങ്ങൾ പറയാം. മിക്ക ഓർഗനൈസേഷൻസിലും ടൈം കീപ്പിങ്ങിന് വേണ്ടി എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്? പഞ്ചിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇൻ ആൻഡ് ഔട്ട്, അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ നമ്മള് പഞ്ചിങ് ടൈം ഉണ്ട്. അപ്പൊ ആ ടൈമിന് കറക്റ്റ് ആയിട്ട് പഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പറയാ, അതിൻ്റെതായ ആക്ഷൻസ് ഓർഗനൈസേഷൻ എടുക്കും. ടൈമിങ്ങിലല്ല. അപ്പൊ സ്ഥിരമായിട്ടൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ നേരം വൈകി വരിക, വിതിൻ ടൈം എത്താതിരിക്കുക, നേരത്തെ മിക്ക ദിവസങ്ങളും നേരത്തെ പോവുക ചോദിച്ച് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ നമുക്കറിയാം. ജോലി കിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് പല പല ആവശ്യങ്ങൾ വരിക, ലീവ് എടുക്കാനുള്ള പല പല ആവശ്യങ്ങൾ വരുന്നത് ജോലി കിട്ടി കഴിയുമ്പോഴേക്കും. അപ്പൊ അതൊരു ടെൻഡൻസിയാണ്. എളുപ്പം പോണം, തിരിച്ചു പോണം വീട്ടിലേക്ക്, അല്ലെങ്കിൽ വൈകിയ എത്താൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള പല ആവശ്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ടൈം കീപ്പിംഗ് ഈസ് ആൻ എസെൻഷ്യൽ തിങ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഓർഗനൈസേഷനിൽ. എല്ലാവരും ഒരുപോലെയല്ലേ അല്ലെ? ജോലിക്കാരെന്ന രീതിയിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ എത്തുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ ഇത്ര സമയത്ത് വരുന്നുണ്ട്, മറ്റൊരാൾ ഇത്ര സമയത്ത് വരുന്നുണ്ട്. ഒരാൾ സ്ഥിരമായിട്ട് നേരം വൈകി വരിക, കറക്റ്റ് ശരിയാണോ? അത് വരുന്നുണ്ടെങ്കിൽ അവനവന്റെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ചോദ്യം വന്നേക്കാം. പക്ഷെ അതല്ലല്ലോ ശരി. There are certain rules and regulations in an organization. നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനിലും അതിൻ്റെതായ നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. സോ വി ഹാവ് ടു ഫോളോ ഇറ്റ്. നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ ഫോളോ ചെയ്ത് തന്നെയാണ് പോകേണ്ടത്. എല്ലാവർക്കും നിയമങ്ങളൊക്കെ വർക്കേഴ്സ്ക്ക് ഒരുപോലെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ടൈം ഷെഡ്യൂളൊക്കെ പ്രോപ്പർ ആയിട്ട് വെച്ച് ടൈം കീപ്പിംഗ് കറക്റ്റ് ആക്കി നോക്കുക. അതൊക്കെ വൈകി വരുന്നവരുണ്ടെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം. അതൊക്കെ ആളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. സാലറി, വേജ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻസെന്റീവ്സ്, അതായത് ജോലിക്കാർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സാലറി അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാം. വേജസ് എത്രയാണ് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അതൊക്കെ മുടങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ലീവൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും കട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കണക്കുകളൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ. ഓക്കെ. അപ്പൊ ഇൻസെന്റീവ്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടത് ആരാണ്? പേഴ്സണൽ മാനേജർ അണ്ടർ ദ ക്ലറിക്കൽ റോൾ. ക്ലറിക്കൽ റോളിലാണ് പേഴ്സണൽ മാനേജർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്താ? ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ആണ്. എന്ന് വെച്ചാൽ മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. ഓരോ ജോലിക്കാർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ചെയ്യേണ്ട ജോലി, അവരുടെ മെഷീൻ, അവർ എന്ത് ജോലിയാണോ ഏത് മെഷീൻ ഉപയോഗിച്ചാണ് ആ ഒരു ബന്ധം, അതൊക്കെ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഓക്കെ. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, റെക്കോർഡുകളൊക്കെ കൃത്യമായി സൂക്ഷിക്കുക. റെക്കോർഡുകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന റെക്കോർഡിങ് തന്നെ മോളി പറഞ്ഞ ഒന്ന് ടൈം കീപ്പിങ്ങിന്റെ റെക്കോർഡ്. ഓരോ ആളുകളും അവർ വരുന്നത് പോകുന്നതുമായിട്ടുള്ള സമയങ്ങൾ കീപ്പ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. പിന്നെ അവരുടെ സാലറി, വേജ്, ഇൻസെന്റീവ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അതിന്റെ റെക്കോർഡുകൾ. അപ്പൊ എല്ലാ റെക്കോർഡും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ എന്താ പറയാ പേഴ്സണൽ മാനേജറിന്റെ ക്ലറിക്കൽ റോളിൽ വരുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീം ആൻഡ് പേഴ്സണൽ മാനേജറിന്റെ ക്ലറിക്കൽ റോളിൽ വരുന്നത് ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 1 2 3 തരും, അല്ലെങ്കിൽ അതല്ലാത്തത് തരും. ഓക്കെ. അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലംസ് ഇൻ ദ ഡാഷ് റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ എന്ന് ചോദിക്കും. ഓക്കെ. സ്പീഡ് കൂടി പോയാ പറയേ. ആണോ? പിന്നെ എന്ത് ചെയ്യണം? ഒന്നും പറയണ ഞാൻ ആദ്യം അറിയാം. നിങ്ങൾ പറയണ പറയണം എന്നാണോ? യെസ്, പറയാം. ഇത് അതങ്ങനെ തീർത്തല്ല. അപ്പൊ എന്തായാലും ഞാനിനി ഇത്രയും വരെ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ മതി. സ്പീഡ് കൂടിക്കോട്ടെ, അത് പ്രശ്നമില്ല. ഈ പോയിന്റുകൾ ഏതെങ്കിലും
നിങ്ങൾക്ക് അതിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാകാതെ പോയിട്ട് തോന്നും മാത്രം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോകുമ്പോ ചിലപ്പോ സ്പീഡ് അങ്ങനെ ആയി പോകും. അതെ കുറയ്ക്കാം. എന്തോ കുറച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആണെന്ന് തോന്നുമ്പോ അതങ്ങനെ അങ്ങോട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. ഓക്കെ, പറയാം. ഏതെങ്കിലും പോയിന്റ് ഞങ്ങൾക്ക് കിട്ടാത്തത് പറഞ്ഞു പോയപ്പോ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ എന്നോട് പറയാം. ഞാൻ ആ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്തത് ഫോർത്ത്, നാലാമത്തെ പേഴ്സണൽ മാനേജറുടെ ഫോർത്ത് റോളാണ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. ഇത് കുറച്ച് എന്താ പറയാ ലീഗൽ സംബന്ധമായിട്ടുള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ റോളാണ് നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ. അതില് ഒന്നാമത്തേത് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് ആണ്. എന്താണ് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ? ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാ പരാതി. അതെ, ഇത്രയുള്ള ഞാൻ വിചാരിച്ചു എന്നോട് എന്തോ പറയണതാന്നാണ് വിചാരിച്ചത്. ഞാനത് വായിച്ചോണ്ടിരിക്കുന്നത് എന്താണ് എഴുതിയിരുന്നത്. അതെ, പരാതികളൊക്കെ ഹാൻഡിൽ ചെയ്യുക, കംപ്ലൈന്റുകൾ, ഗ്രൂപ്പ് കംപ്ലൈന്റുകളെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഇതിപ്പോ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല, പല പല വീടുകളിൽ നിന്ന് വരുന്ന, പല പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന, പല പല നേച്ചറുള്ള, പല പല ഫീലിങ്ങുകളുള്ള, എല്ലാവരുടെയും ഫീലിങ്സ് ഒരുപോലെയല്ല. ചിലപ്പോ നമ്മളിന്ന് കാലത്ത് വീട്ടിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോ ചില വിഷമങ്ങളോ ദുഃഖങ്ങളോ സങ്കടമോ ദേഷ്യമോ ഒക്കെ ആയിട്ടായിരിക്കാം വരിക. അതങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ജോബ്. തീർച്ചയായിട്ടും അത്തരം ഫീലിങ്സ് ഒക്കെ നമ്മുടെ ജോബിലൊക്കെ റിഫ്ലക്ട് ചെയ്യും തീർച്ചയായിട്ടും, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ അകത്ത് വന്നിട്ട് ചിലപ്പോ മറ്റ് എംപ്ലോയീസ് ഒക്കെ നമ്മളോട് വന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വ്യത്യാസം വരും, അല്ലെ? അങ്ങനെ വരാം. അപ്പൊ അവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാം. അതല്ലാതെ ഈ എന്താ പറയാ വർക്കേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി എന്താ പറയാ വേജസ് സംബന്ധമായ അവർക്ക് കിട്ടുന്ന സാലറിയോ വേജസോ സംബന്ധമായ ചില കാര്യങ്ങളിൽ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഫുൾട്ടായിട്ട് നമ്മളെ കൂടി ജോലി ചെയ്യിപ്പിക്കുന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയും സാലറി കിട്ടിയാൽ പോരാ, വേജസ് കിട്ടിയാൽ പോരാ, അത് വളരെ കുറവാണ് എന്ന് ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി തരുക. അപ്പൊ ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ആളുകളുടെ കംപ്ലൈന്റുകൾ ഹാൻഡിൽ ചെയ്യുക, അത് നമ്മളുടെ പേഴ്സണൽ മാനേജറിന്റെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ റോളാണ്. ബിക്കോസ് അദ്ദേഹമാണ് അത് കേൾക്കേണ്ടത്. ഈ പറയുന്ന ജോലിക്കാരെല്ലാം കൂടി ആളുടെ അടുത്തായിരിക്കും ചിലപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. സോ ഹി should have to communicate it with the management. മാനേജ്മെന്റുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അറിഞ്ഞ് അതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങോട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാം. അതർവൈസ് അതെവിടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, മാനേജ്മെന്റിലേക്ക് അറിയിക്കണം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ ഒരു ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളാണ്. ഓക്കെ, ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരാതികളൊക്കെ ഉണ്ടാകും, പരാതികളൊക്കെ കേൾക്കേണ്ടി വരും. അതുകൂടാതെ എംപ്ലോയീസ് തമ്മിലുള്ള പരസ്പരമുള്ള തർക്കങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിക്കുന്ന തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ നമ്മുടെ പേഴ്സണൽ മാനേജർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ വേറെ ഒരു ടീച്ചേഴ്സ് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ജോലി സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ചിലപ്പോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. അപ്പൊ അത്തരം ഇഷ്യൂസ് ഒക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ആൾക്കുണ്ടാവണം, പേഴ്സണൽ മാനേജർക്ക് ഉണ്ടാവണം. ആളുടെ ലീഗൽ റോളാണ്, ഒരു അധികാരം തന്നെയാണ്, ഒരു നിയമപരമായിട്ട് ആൾക്ക് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി ഡിസിപ്ലിനറി ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യാം. ഡിസിപ്ലിനറി ആക്ഷൻസ് ഒരു ഓർഗനൈസേഷനിൽ വാട്ട് ഓൾ ഡിസിപ്ലിൻ ഷുഡ് ബി ഫോളോ. നമുക്കറിയാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ഉള്ള ഓർഗനൈസേഷനിൽ സമയത്തിന് വരിക, സമയത്തിന് പോകുക, ലഞ്ച് ടൈം ആയിക്കോട്ടെ, മറ്റേതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ ഒരു ടൈം കീപ്പിംഗ് കൃത്യമായിട്ടുണ്ട്. അതനുസരിച്ച് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്താ ആക്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഡിസിപ്ലിൻ മസ്റ്റ് ആണ്. അപ്പൊ അതെല്ലാവർക്കും ഒരുപോലെയുമാണ്. അതെല്ലാവരും കൃത്യമായി കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ, അത് ഇല്ലായെങ്കിൽ അതെവിടെയാണ് അതില്ലാത്തത്. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഏതെങ്കിലും മേഖലകളോ അല്ലെങ്കിൽ വ്യക്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പേഴ്സണലി ഒക്കെ പോയി കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളൊക്കെ മനസ്സിലാക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഈസ് ഓൾസോ അനദർ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. അടുത്ത കളക്റ്റീവ് ബാർഗൈനിങ്. അതെങ്ങനെയാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരു വില ചെയ്യാം. എന്താ പറയാ, അത് വേജസ് സംബന്ധമായിട്ടുള്ളതായിരിക്കാം. മറ്റ് ഏത് പ്രശ്നങ്ങളെക്കാളും ഉപരി അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള
അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ബെനഫിറ്റുകള്, റിവാർഡുകള്, അല്ലെങ്കിൽ വേജസ്, സാലറി കൃത്യമായി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൃത്യസമയത്തിനല്ല കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൽ കുറവുണ്ട്, അങ്ങനെയുള്ള കളക്റ്റീവായിട്ട് എല്ലാവരുടെയും കൂടി ഒരുമിച്ചുള്ള വല്ല വിലപേശകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. അങ്ങനെ പേഴ്സണൽ മാനേജർക്ക് ഒരു ഓർഗനൈസേഷനിൽ 4 വ്യത്യസ്ത രീതിയിലുള്ള റോളുകളാണ് എന്തിലുള്ളത്, നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണത്? പേഴ്സണൽ റോള്, അത് തൊഴിലാളികളെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങളാണ്. വെൽഫെയർ റോള്, തൊഴിലാളികളുടെ വെൽഫെയർ, ക്ഷേമത്തിനുള്ള ചില പ്രശ്നങ്ങൾ 3 ആണ് പറഞ്ഞത്. പിന്നെ ക്ലറിക്കൽ റോള്, ബുക്ക് കീപ്പിംഗ്, ടൈം കീപ്പിംഗ്, റെക്കോർഡ് കീപ്പിംഗ്, അതൊക്കെ നോക്കേണ്ടതും ഇതുപോലെ തന്നെയാണ്. ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് പറയുന്നത് ഗ്രീവിയൻസ് ഹാൻഡിലിംഗ്, ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക, അതുപോലെ തന്നെ ഡിസിപ്ലിനറി ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക, ആൻഡ് ലാസ്റ്റ് കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗൈനിങ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ മാനേജറുടെ റോളിൽ വരുന്നത്. ക്ലിയർ ആയോ? ഏതെങ്കിലും പോയിന്റ് ഇതിന്റെ അകത്തുള്ളത് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ പറയാം, അതർവൈസ് നമ്മൾ അടുത്തതിലേക്ക് പോകും. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ കൂട്ടായിട്ടുള്ള ബാർഗൈനിങ്. വിലപേശ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്നായിരിക്കും ഓർഗനൈസേഷനിൽ എന്തായാലും വിലപേശ, തങ്ങൾക്ക് കിട്ടേണ്ട കൂലി, വേജസ് ആകാം, സാലറി ആകാം, മറ്റ് ബെനഫിറ്റുകളാകാം, റിവാർഡുകൾ. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സാലറിക്കും അതുപോലെ തന്നെ വേജസിനും പുറമെ മറ്റ് റിവാർഡുകളും അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് ബെനഫിറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ബോണസ് അങ്ങനെയൊക്കെ. അതൊക്കെ കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ബാർഗെയിൻ ചെയ്യാം. ഒരുമിച്ച് ഒരാളൊറ്റയ്ക്കല്ല. എനിക്ക് ബോണസ് കിട്ടിയില്ലെന്ന് ഞാൻ എന്ന് പറയല്ല, നമുക്ക് എല്ലാവർക്കും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് എല്ലാവരും മറ്റുള്ളവർ പറയണേ ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അവരാരും പങ്കെടുക്കുന്നില്ല എങ്കിൽ അത് കളക്റ്റീവ് ബാർഗൈനിങ് അല്ല, എന്റെ മാത്രം ബാർഗൈനിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബാർഗൈൻ ചെയ്യുമ്പോഴാണ് അത് എല്ലാവരുടെയും കൂടി ആവശ്യമാണ്. അപ്പൊ എല്ലാവരുടെയും ആവശ്യം ഒരുമിച്ച് കേൾക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം, അതിനെയാണ് നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് വിളിക്കുക. ക്ലിയറായോ? പേഴ്സണൽ റോളാണ്. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എംപ്ലോയീസും അതുപോലെ തന്നെ ഗ്രൂപ്പ് ആയിട്ടുള്ള എംപ്ലോയീസും അവർ ചെയ്യുന്ന ജോലിയെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇത്രയും ടീച്ചേഴ്സ് വന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അല്ലെ? 2-3 ടീച്ചേഴ്സ് 4 ടീച്ചേഴ്സ് വന്ന് ഓരോ ദിവസങ്ങൾ അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് മാറി വരുന്നെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കോഴ്സിൽ 52 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകൾ ഐ തിങ്ക് 13 28 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ? 28 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളുകളിൽ. ബാക്കി 24 ചാപ്റ്റർ, ബാക്കി 24 അല്ല 52 28 പോയാൽ അതെ. അപ്പൊ 24 ചാപ്റ്റേഴ്സ് നമുക്ക് ഇനി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ അല്ലെ? ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ടീച്ചേഴ്സ് വന്നിരുന്ന് അവരവരുടെ ടൈമിനനുസരിച്ച് വന്നിരുന്ന് പഠിപ്പിക്കുകയാണ്. അതവര് ഗ്രൂപ്പായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് 52 ചാപ്റ്റേഴ്സ് എടുത്ത് തീർത്ത് തരിക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ? ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 52 ചാപ്റ്ററും എടുത്ത് നിങ്ങൾക്ക് തീർത്ത് തരണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്ക് തരണം. അപ്പൊ അത് എല്ലാവരും അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തരും അവരവർക്കും കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ചെയ്തു പോകുന്നു. അപ്പൊ അവര് ചെയ്യുന്ന ആ ജോലി ഓരോ എംപ്ലോയീസും, നമ്മളിപ്പോ ഓരോരുത്തരും എംപ്ലോയീസ് തന്നെയാണ്, ആ ഓരോ എംപ്ലോയീസും ചെയ്യുന്ന ജോലി അത് എത്രത്തോളം ഉണ്ട്, ഇഫക്റ്റീവായിട്ട് അവർ ചെയ്യുന്നുണ്ടോ, അത് മെഷർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓരോരുത്തരുടെയും ജോലി ഗ്രൂപ്പായിട്ടും എല്ലാവരും കൂടി ചേർന്ന് 52 ചാപ്റ്റർ എടുത്ത് തീർക്കുന്നുണ്ടോ, 52 ചാപ്റ്റർ എല്ലാവരും കൂടി ചേർന്ന് എടുക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. ഓരോരുത്തരും അവരവരുടെ ക്ലാസ്സിൽ കയറിയിട്ട് പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നേ, വേറെ ഒന്നും അല്ലല്ലോ ചെയ്യുന്നേ. ക്ലാസ്സിൽ കയറിയിരുന്നു 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ലല്ലോ. എല്ലാവരും അവരവരുടെ ക്ലാസ്സുകൾ വന്ന് എടുത്ത് അവർക്ക് പറ്റുന്ന രീതിയിൽ 1-2 പേജസ് അല്ലെങ്കിൽ 3 പേജസ് ഒക്കെ, ചില ചാപ്റ്റർ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാവുമ്പോൾ ചിലപ്പോൾ 2 പേജൊക്കെ നീങ്ങുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് തീർത്ത് അവർ പോകുന്നു. അത് ചെയ്ത് തീർക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോ ഓർഗനൈസേഷനും അവിടെ ഉള്ള എംപ്ലോയീസ് ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ജോലിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യേണ്ട ജോലിയും ഒക്കെ മെഷർ ചെയ്യുക, അസസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ പേഴ്സണൽ മാനേജർ ചെയ്യണം. ക്ലിയർ? ഓക്കെ. അതിനോട് വേറെ ഏതെങ്കിലും ചോദിച്ചോ? ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, അതായത്
എന്താ പറയാ ഈ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന മെഷീൻസും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് മെഷർ ചെയ്യുക. ഏതൊക്കെ മെഷീൻസ് ഏതൊക്കെ ആളുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു റിലേഷൻ. കാരണം ഓരോരുത്തരും ഹാൻഡിൽ ചെയ്യുന്ന മെഷീൻസ് അവരുടെ ആ ഒരു ഉത്തരവാദിത്തം അവരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളും മെയിൻ്റെനൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അറിയണം അല്ലെ. അത് ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവരെ എന്ത് ചെയ്യേണ്ടത്, ഇവരെ അറിയിക്കേണ്ടത്. മാനും മെഷീനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനെന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റെനൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇയാൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ക്ലറിക്കൽ റോളാണ്, ക്ലിയർ ചെയ്യുക എന്നുള്ള റോളാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷനിലെ മേജർ ആയിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്. പേഴ്സണലുമായിട്ട് അതായത് തൊഴിലാളികളെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും ആ മാനേജ്മെന്റിന്റെ പ്രോസസ് പ്രക്രിയകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് പ്രോസസ്സുകളുണ്ട്, സച്ച് ആസ് ലീഡർഷിപ്പ് പ്രോസസ്. പ്രോസസ്സുകളുടെ പേരുകൾ പറയാം നമുക്ക് ആദ്യം. ലീഡർഷിപ്പ് പ്രോസസ്, then justice determination process, task specialization process, staffing process, performance appraisal process, training development process, compensation and reward process, collective bargaining process. അങ്ങനെ ഇത്രയും പ്രോസസ്സുകളാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിനകത്ത് ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ് ഓരോന്നും നോക്കാം. സിമ്പിൾ ആണ്, സെന്റൻസുകൾ വായിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒന്നാമത്തേത് ലീഡർഷിപ്പ് പ്രോസസ്സ്. എന്താണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണൽ മാനേജർ എന്താ പറയാ പേഴ്സണൽ മാനേജ്മെന്റ് നടത്തുമ്പോൾ വ്യക്തികളെ അതായത് അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ മാനേജ് ചെയ്യേണ്ട ആളാണ്. അങ്ങനെ വരുമ്പോൾ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, അതായത് ഓരോ വ്യക്തിപരമായിട്ടും നമുക്ക് നമ്മുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓർഗനൈസേഷനോട്. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും ഓരോ എല്ലാ ഇൻഡിവിജ്വൽസും കൂടി ചേർന്ന് എല്ലാ എംപ്ലോയീസും കൂടി ചേർന്നിട്ട് അവർക്കും കൂടി ഉണ്ട് ഒരു എന്താ പറയാ ഒരു റെസ്പോൺസിബിലിറ്റി. എല്ലാവരുടെയും ഉത്തരവാദിത്തം എന്താണ്, അല്ലെങ്കിൽ അവരുടെ എയിം എന്താണ്? ഓർഗനൈസേഷന്റെ എയിം തന്നെയാണ്. ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് നേടിയെടുക്കാനായിട്ട് വ്യക്തിപരമായിട്ടും ഗ്രൂപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ എംപ്ലോയീസിനെ അതിനു വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക. അതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റിന്റെ അകത്ത് ഉള്ള ഒന്നാമത്തെ പ്രോസസ് ആണ് ലീഡർഷിപ്പ് പ്രോസസ്, വിച്ച് ഇൻഫ്ലുവൻസസ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തിപരമായതും ഗ്രൂപ്പായിട്ടുമുള്ള ഒരു ബിഹേവിയർ, അതാണ് ഏത് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി ഞാൻ എന്താണ് ഞാനും എന്റെ ഒപ്പം നിൽക്കുന്ന ബാക്കിയുള്ളവരും എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിൽ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നേതൃത്വം കൊടുക്കാം, നേതൃത്വം എന്നാണ് അതല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്റെ മാത്രം കാര്യം ഉറപ്പായ പോരാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെയും എന്ത് ചെയ്യണം, ഞാൻ ഇൻസ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തെ നമ്മുടെ ഓർഗനൈസേഷന്റെ വിജയം, അതാണ് സക്സസ്, അതാണ് നമ്മളുടെ വിജയം. ഓർഗനൈസേഷൻ നിലനിന്നാലേ നമ്മളെ പോലുള്ള എംപ്ലോയീസിന് ജോലി സാധ്യതകളുള്ളൂ, അല്ലെങ്കിൽ ജോലി നിൽക്കാൻ പറ്റുള്ളൂ. ഓർഗനൈസേഷൻ തകർന്നാൽ എന്ത് പറ്റും? ജോലി പോകും അല്ലെ, അതിനെ തിരിയേണ്ടി വരും. അപ്പൊ ഒരു ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റില് എന്താണ്, ഒരു സ്വന്തമായിട്ട് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൂപ്പായിട്ട് എല്ലാ ആളുകളെയും ഒരുമിച്ച് നിർത്തി ഓർഗനൈസേഷന്റെ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. ഇവിടെ എന്താണ് ജസ്റ്റിസ്? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? നീതി, ന്യായം അല്ലെ. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുക. എംപ്ലോയീസ് മനുഷ്യന്മാരാണ്, എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നു, അവരെല്ലാവരെയും മനുഷ്യരായിട്ട് തന്നെ കാണുക. ഈക്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഡിസ്ക്രിമിനേഷൻസ് ഒന്നുമില്ല, വിവേചനമൊന്നും കൂടാതെ അത് സ്ത്രീയാണ് അത് പുരുഷനാണ് അങ്ങനെയൊന്നുമില്ല, സ്ത്രീകൾക്ക് ഒരു കൂലി പുരുഷന്മാർക്ക് വേറെ കൂലി അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതൊരു ഫെയർ കോമ്പൻസേഷൻ ഫോർ ദെയർ വർക്ക്. അവർ ചെയ്യുന്ന ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള അവർക്ക് കൊടുക്കേണ്ട ഉതകുന്ന രീതിയിലുള്ള ഒരു കോമ്പൻസേഷൻ അവർക്ക് കൊടുക്കുക, സാലറിയോ വേജസോ എന്താ കൊടുക്കുക, എല്ലാവരെയും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, പരിഗണിക്കുക, തുല്യമായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് ഏത് ജസ്റ്റിസ്
ഡിറ്റർമിനേഷൻ പ്രോസസ്. അവിടെ ആ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ന്യായമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട്, ഒരാള് ചെയ്തപ്പോൾ അത് വേറെ രീതിയിൽ അതിനെ മെഷർ ചെയ്തു, മറ്റൊരാൾ ചെയ്തപ്പോൾ അത് ആ രീതിയിൽ കണക്കാക്കിയില്ല, അത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ പാടില്ല. ന്യായം ഉള്ള സ്ഥലത്ത് ന്യായമായി തന്നെ പെരുമാറുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദെയർ വർക്ക്, അതാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ. ആ വേർഡ് ഓർത്തിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസോ അല്ലെങ്കിൽ ഒരു വേർഡോ മനസ്സിൽ ഓർക്കുക. ആദ്യത്തെ ലീഡർഷിപ്പ് ആണ്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ആണ്. Individual and group behavior towards the achievement of goal of organization. ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടും നേതൃത്വം വഹിക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തേത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിനകത്ത് ഈക്വൽ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഫെയർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫെയർ കോമ്പൻസേഷൻ ഫോർ ദെയർ വർക്ക്, അതാണ് അങ്ങനെ ആലോചിക്കുക. ഇനി അടുത്തത് എന്താണ്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ ആണ്. ടാസ്ക് സ്പെഷ്യലൈസേഷൻ നമുക്ക് ഇതുപോലെ തന്നെ ഓർത്ത് വെക്കാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണ്? കൺസിസ്റ്റിംഗ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ടാസ്ക്. അതായത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ, ഒരുപാട് ജോലിയുണ്ട്, ഈ ജോലി എല്ലാവർക്കും ഒരാളുടെ തലയിൽ ഇട്ട് കൊടുക്കാതെ എന്ത് ചെയ്യുക, അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് അവർക്ക് ഓരോ ഇൻഡിവിജ്വൽസിന്റെ ടാസ്ക് ആയിട്ട് കൊടുക്കുക. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ടാസ്ക്. ഓരോ വലിയ ടാസ്കുകളെയും ഇൻഡിവിജ്വൽ ടാസ്കുകളായിട്ട് കൊടുക്കുക. അതിനെയാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് വിളിക്കുക. മനസ്സിലായോ? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് ഇത് മൂന്ന് മനസ്സിലായോ? ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആൻഡ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. മൂന്നെണ്ണം മനസ്സിലായോ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ആ പെട്ടി, മുകളിൽ കണ്ട പെട്ടി ഇമ്പോർട്ടന്റ് ആണ്. പെട്ടി ഫുള്ളും അവിടെ ഒന്നും അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. പിന്നെ ഈ പ്രോസസ്സുകളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. 8 എങ്ങാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 8 പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. Dash is influencing the individual and the group behavior towards the achievement of organizational goals. എന്ന് ചോദിക്കുമ്പോൾ leadership process ആണ്. അല്ലെങ്കിൽ ഡാഷ് ഈസ് ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദെയർ വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് ആണ്. അങ്ങനെ ചോദിക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്തത് എന്താണ്? സ്റ്റാഫിംഗ് പ്രോസസ് ആണ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആളുകൾ ജോലിക്കൊക്കെ കയറി റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെ ആളുകളെ സെലക്ട് ചെയ്യണം, അവർക്ക് ഇന്റർവ്യൂസ് നടത്തണം, ഒരാളെ കൊണ്ടുവന്ന് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കണം. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, സ്റ്റാഫിങ്ങിനകത്ത് വരുന്ന പ്രോസസ്സുകളാണ്. എന്തൊക്കെയാണ് വരുന്നത്? പ്ലാനിങ്, ഡെവലപ്പിംഗ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതിന് പുതിയ ജോലിക്കാരെ കുറിച്ച് പ്ലാൻ ചെയ്യുക, എവിടെയെങ്കിലും ഒക്കെ ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്ലാനിങ് നടത്തുക. അത് കഴിഞ്ഞിട്ട് അതിന് കിട്ടാൻ ആളുകളെ നമുക്ക് എവിടെന്നൊക്കെ കിട്ടും റിക്രൂട്ട് ചെയ്യാനായിട്ട്, അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കന്റ് അപേക്ഷകർ അത് അസസ് ചെയ്യുക, എത്ര അപേക്ഷകർ വന്നിട്ടുണ്ട്, അതിൽ നമുക്ക് ആരെയൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, പിന്നെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്ലൂഡിങ് എ പേഴ്സൺ ടു എ ജോബ്, ജോലിയിലേക്ക് ഒരു ആളെ ഇൻക്ലൂഡ് ചെയ്യുക, അതിനെയാണ് ഇൻഡക്ഷൻ വിളിക്കുക. പിന്നെ അവരെ അറേഞ്ച് ചെയ്യുക, ഏതൊക്കെ ജോലി ഏതൊക്കെ ആൾക്കാർ കൊടുക്കണം എന്നുള്ള അറേഞ്ച്മെന്റ്, അതിനെയാണ് ഓറിയന്റേഷൻ വിളിക്കുക. പിന്നെന്താണ്? വേണ്ട സമയത്ത് ചില എംപ്ലോയീസിനൊക്കെ ട്രാൻസ്ഫർ കൊടുക്കേണ്ടി വരും, പ്രൊമോട്ട് ചെയ്യേണ്ടി വരും, ജോലി സ്ഥാനക്കയറ്റം കൊടുക്കേണ്ടി വരും അല്ലെ. നിലവിലുള്ള ജോലിയിൽ നിന്നും ക്ലർക്ക് ആയിരുന്നത് മാനേജറായി അല്ലെ, പ്യൂൺ ആയിരുന്നത് ക്ലർക്കായി, അങ്ങനെയൊക്കെ സ്ഥാനക്കയറ്റം കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ മാത്രമല്ല കയറ്റം മാത്രമല്ല സ്ഥാനനൃത്തം വരുന്നുണ്ട്, ഡിമോഷൻ. പ്രൊമോഷൻ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ. ചില പണിഷ്മെന്റ് എന്ന രീതിയിൽ ചില ആൾക്കാർ അവരവരുടെ കൃത്യനിർവഹണം കൃത്യമായി ചെയ്തില്ല എങ്കിൽ പണിഷ്മെന്റ് എന്ന രീതിയിൽ ആ സ്ഥാനത്ത് നിന്ന് താഴേക്ക്, ഇപ്പൊ ക്ലർക്കായിരുന്ന ആളെ പ്യൂണാക്കി മാറ്റുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നതാണ് സ്റ്റാഫിംഗ് പ്രോസസ്. എന്തൊക്കെയാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത്? മാൻ പവർ പ്ലാനിങ്, developing sources of recruitment, assessment of employees, employment decisions, induction and orientation, അതുപോലെ training, transfer, promotion, demotion, etc. ഇതെല്ലാം ചേർത്ത് വരുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് പ്രോസസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? Any doubt? യെസ്, അടുത്തത് എന്താ? പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ആണ്. ഇത് വളരെ വ്യക്തമാക്കി തന്നെയുണ്ട്. പെർഫോമൻസ് അപ്രൈസൽ എന്താ? അത്
ഓരോ ജോലിക്കാരുടെ എംപ്ലോയീസിന്റെ ഒക്കെ പെർഫോമൻസ് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തോണ്ടിരിക്കുക. ജോലി വളരെ നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ലെവൽ മാറിയിട്ടാണ് ആളുടെ ജോലി പെർഫോമൻസ്. സോ ആൾക്ക് ഒരു കുറച്ചുകൂടി കൂടുതൽ പൊസിഷൻ നമ്മൾ കൊടുക്കുകയാണ്, ഒരു പ്രൊമോഷൻ കൊടുക്കുന്നു അല്ലെ. അതേപോലെ തന്നെ ഈ പെർഫോമൻസ് അപ്രൈസലോടി തന്നെയാണ് ചില ആളുകൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നില്ല. നമുക്ക് ഈ ഒരു ജോലിക്കാരനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേണ്ട ആളെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് തട്ടുന്നു, ട്രാൻസ്ഫർ. ഓക്കെ, വിത്തിൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ടാർഗറ്റ് അവർ അറ്റൈൻ ചെയ്തിരിക്കും, നമ്മുടെ ടാർഗറ്റിനെ മറികടന്ന് അവരേതെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിരുന്ന ഏതെങ്കിലും പർട്ടിക്കുലർ എംപ്ലോയീസ് അവരുടെ പേയ്മെന്റ് റൈസ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന സാലറിയിൽ കൂട്ടി കൊടുക്കുക, ശമ്പള വർദ്ധന. ഓക്കെ, ട്രാൻസ്ഫർ. പിന്നെ വേണ്ട ചില ആൾക്കാർക്ക് ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തും, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിലേക്ക് എത്തും, പക്ഷെ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങിന്റെ ഇച്ചിരി കുറവുണ്ട്, അപ്പൊ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. ഇതെല്ലാമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ളത്. പെർഫോമൻസ് അപ്രൈസൽ നടത്തിയാലാണ് പ്രൊമോഷൻ കൊടുക്കണോ, ട്രാൻസ്ഫർ കൊടുക്കണോ, ട്രെയിനിങ് കൊടുക്കണോ, അല്ലെങ്കിൽ എന്താ പറയാ ഡിമോഷൻ കൊടുക്കണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മളുടെ ഈ പറയുന്ന പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്ന പ്രോസസ്സിനകത്ത് ഉള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ്. ഡിസൈനർ, അതായത് നമ്മുടെ ഇൻഡിവിജ്വൽ വർക്കേഴ്സിന്, അതായത് ഓരോ ജോലിക്കാരനും അവരുടെ വർക്കിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവർ എനിക്ക് ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ ഞാൻ കുറച്ചുകൂടി നന്നായി ചെയ്തോളാം എന്നുള്ള ഒരു ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, അതിനെ കുറച്ചും കൂടി ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ. അതിന് വേണ്ടിയിട്ട് പല പ്രോസസ്സുകളും ബ്ലെൻഡ് ചെയ്തൊക്കെ എന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് അവരെ കൂടുതൽ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് സിമ്പിളാണ്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് എന്താ അത്? അതെന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. അതായത് കുറച്ചുകൂടി കൂടുതൽ ഇൻസ്പയർഡ് ആക്കാൻ, ജോലിക്കാർ അവർ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ചെയ്യാൻ ചില സാമ്പത്തികേതര റിവാർഡുകൾ, പ്രതിഫലങ്ങളൊക്കെ കൊടുക്കുക. സാമ്പത്തിക പ്രതിഫലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ചെയ്ത ജോലിക്ക് പോയി, പക്ഷെ നീ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്തു, അപ്പൊ ശമ്പളത്തിന്റെ കൂടെ കുറച്ചുകൂടി എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുക, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നീ ലീവ് ഒരു 2 ദിവസം ലീവ് എടുത്തിട്ടുണ്ടായി, പക്ഷെ നിന്റെ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചൊന്നും എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ലീവ് ഒന്നും കട്ട് ചെയ്യുന്നില്ല, ആ കാശ്മീർ അങ്ങനെ ശമ്പളമാക്കി കൊടുക്കുന്നു. കണ്ടോ, അതൊക്കെ ഫിനാൻഷ്യൽ റിവാർഡാണ്. നോൺ ഫിനാൻഷ്യൽ എന്താ? നല്ല രീതിയിലുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ അവരെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ആള് ചെയ്ത എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പെർഫോമൻസിന് ആളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെ, കയ്യടി കൂടുതൽ ചെറിയൊരു പാരിതോഷികമൊക്കെ കൊടുക്കുക. അതൊക്കെ അവർക്ക് നോൺ ഫിനാൻഷ്യൽ, എന്തെങ്കിലും മറ്റ് കാശായിട്ടല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള പാരിതോഷികമൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്സിനകത്ത് വരും. നെക്സ്റ്റ് എന്താ? കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സാണ്. എന്താണ് ഇത്? കളക്റ്റീവ് ബാർഗൈനിങ് ട്രേഡ് യൂണിയനും എംപ്ലോയറും തമ്മിലുള്ള ഒരു കാര്യമാണ്, അത് ഒരു റിലേഷൻ ആണ്. നമുക്കറിയാം എംപ്ലോയർ ആൻഡ് ട്രേഡ് യൂണിയൻ, അതായത് ദാറ്റ് മീൻസ് എംപ്ലോയീസ് എല്ലാവരും ഷുഡ് ബി ഇൻ എ ഗുഡ് റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധത്തിലായിരിക്കണം. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് ജോലിയെ കൃത്യമായിട്ടും ഇതൊക്കെ ബാധിക്കും. പണ്ടൊക്കെ ഇങ്ങനെയാണ്, വർക്ക് എംപ്ലോയേഴ്സ് എന്താ പറയാ, എംപ്ലോയീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ അനുസരിച്ച് ഇതൊക്കെ കേട്ടില്ല എനിക്ക് എന്ത് ചെയ്യും, അപ്പൊ തന്നെ എനിക്ക് സിന്ദാബാദ് വിളിക്കും അല്ലെ. അപ്പൊ തന്നെ എന്ത് ചെയ്യും? യൂണിയൻകാർ ഇടപെടുന്നു, സമരത്തിലേക്ക് പോകും. ഓർഗനൈസേഷൻ നമ്മുടെ ഇതൊക്കെ അടച്ചിടേണ്ടി വരും. അപ്പൊ അവിടെ ബിസിനസ് നടന്നില്ല എങ്കിൽ ബിസിനസ്സുകാരന് വലിയ നഷ്ടം സംഭവിക്കേണ്ടി വരും അല്ലെ. എല്ലാ വർക്കേഴ്സും കൂടി ഒരുമിച്ച് നിന്ന് സമരം ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ബിസിനസ് അടച്ചു പൂട്ടി വേണ്ടി വരും. എത്ര കാലം? ഒരു ദിവസം കൊണ്ട് പൂട്ടിയാൽ പോലും എത്ര രൂപയുടെ നഷ്ടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും? അവരോടൊപ്പം നിൽക്കും എംപ്ലോയർ. ട്രേഡ് യൂണിയൻസിന്റെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് വേണം എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ അതൊക്കെ കൃത്യമായി ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് അവരെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. അവരുടെ വേജസിനെ സംബന്ധിക്കുന്നത്, അവരുടെ ബെനിഫിറ്റ്സ്, അവരുടെ ടൈം ഓഫ് വർക്കിംഗ് അവേഴ്സ്, അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ്, ഇതൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകണം. വർക്കിലൂടെ കൊടുത്ത് കാലത്ത് 8 മണിക്ക് വന്നിട്ട് വൈകുന്നേരം 8 മണി വരെ ജോലി ചെയ്തോളാം, പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കണ്ടുപിടുത്തൊക്കെ പിടിക്കുക. അതൊക്കെ ഭയങ്കര ഇച്ചിരി എന്താ പറയാ അധികമാണ് എന്ന് നമുക്ക് തോന്നും അല്ലെ. ചില ഓർഗനൈസേഷൻസിലൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അവർക്ക് അവരുടെ ഹെൽത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത് വരുമ്പോൾ എന്ത് വെച്ചാൽ അവര് ഇതുപോലെ കളക്റ്റീവായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇത് മാനേജ്മെന്റിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കും. അതിനെയാണ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? എത്രണ്ണം പഠിച്ചു?
എത്ര പ്രോസസ്സാ പറഞ്ഞ? ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, compensation and reward process, and last collective bargaining process. ഓരോ പ്രോസസ്സിനും അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കുറെ വാക്കുകളൊക്കെ തന്നെ ഉണ്ട്. അത് എല്ലാ പ്രോസസ്സും 8 പ്രോസസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 എണ്ണം അണ്ടർലൈൻ ചെയ്ത് ടിക്കറ്റ് വരുന്ന വായിച്ചു പഠിച്ചോളൂ. കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാത്തിനും അല്ലെ? ഇപ്പൊ ഞാൻ ആദ്യത്തെ നാലെണ്ണത്തില് നാലെണ്ണത്തില് എങ്ങനെയാ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്റ്റാഫിംഗ് പ്രോസസ്സിനകത്ത് അത് തന്നെയാണ് വരുന്നത്. മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, അതുപോലെ എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, ഇൻഡക്ഷൻസ്, ട്രെയിനിങ്, പ്രൊമോഷൻ, ഡിമോഷൻ എന്നൊക്കെ പറയുന്ന വാക്കുകളാണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോ എംപ്ലോയറിന്റെ അതൊരു ചെറിയ തെറ്റുണ്ടായിരുന്നു കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് തെറ്റിയേക്കണ. എംപ്ലോയീസ് വർക്കാണ് കേട്ടോ, എംപ്ലോയർ അല്ല, എംപ്ലോയീസ്. കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയീസ് വർക്ക്. നിങ്ങളുടെ പുസ്തകത്തിലെ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നോട്ടിൽ ഇവിടെ തെറ്റുണ്ട്. എംപ്ലോയർ അപ്പോസ്ട്രോഫിയസ് ആണ് കിടക്കുന്നത്. എംപ്ലോയർ അപ്പോസ്ട്രോഫിയസ് അല്ല, എംപ്ലോയി അപ്പോസ്ട്രോഫിയസ് ആണ്. തെറ്റിയോ? ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ കറക്റ്റ് ആണോ? ശരി, ഓക്കെ. ചിലരുടെ ഉണ്ടാവില്ല, ചിലരുടെ ആയിരിക്കും, ശരിയായിരിക്കും. ഇതുപോലെ പുതിയ ടെക്സ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. എംപ്ലോയീസ് വർക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് ആ വാക്കുകളുടെ ഓർക്കാൻ മതി. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് ക്വാളിറ്റി ഓഫ് വർക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഓരോ ജോലിക്കാരുടെയും ജോലിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി, അതാണ് അതിന് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊടുക്കണം. ഓക്കെ. കോമ്പൻസേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്, അത് ഓർക്കുക. കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് കേൾക്കുമ്പോൾ ഓർക്കുക അതിനെ കുറിച്ചൊക്കെയാണ് അവർ കളക്റ്റീവായിട്ട് ബാർഗൈൻ ചെയ്യാൻ സാധിക്കുള്ളത്. റിവാർഡുകൾ, ബെനിഫിറ്റുകൾ, അവരുടെ വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് കണ്ടീഷൻസ് എക്സെട്ര. കളക്ട് ചെയ്യാനുള്ള വാക്ക് കിട്ടിയോ? മനസ്സിലായോ? ഇവിടെ ഈ പ്രോസസ്സുകള് 8 പ്രോസസ്സും പിന്നെ നമ്മളുടെ പേഴ്സണൽ മാനേജറിന്റെ ക്ലറിക്കൽ റോളും ആണ് നമ്മൾ എടുത്തത്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? മിണ്ടുന്നില്ലല്ലോ ആരും. യെസ്, ക്ലിയർ ആണെന്ന്. ഇനി ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം കേട്ടോ. ഇവിടെ എടുക്കുന്നുള്ളൂ, പേഴ്സണൽ പോളിസീസ് എടുക്കുന്നില്ല. നമുക്ക് അത്ര എന്താ പറയാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് എന്താ പറയാ തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ മുഴുവനൊക്കെ ഇരുന്ന് വായിച്ച് പഠിച്ച് ഇതാക്കണ്ട. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം എടുക്കാം. പേഴ്സണൽ പോളിസി അടുത്ത ദിവസം എടുക്കാം. കുറെ ഒക്കെ എടുത്ത് വലിയ ചാപ്റ്റർ ആണത്. പക്ഷെ ഇതിന്റെ ഇച്ചിരി ഈ പേഴ്സണൽ പോളിസി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരാം. നിങ്ങളെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് തുടങ്ങിയാണ് ഇപ്പോൾ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പുതിയ ജോലിക്കാരെ എടുക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചില കുറെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് എളുപ്പമായിരിക്കും. ഈ ഒരു 1-2 പേജ്, ഒരു പേജ് കൂടെയൊക്കെ നമുക്ക് ഇനി ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളത്. നല്ല 2 പേജ് മാത്രം. ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ്. ബാക്കിയുള്ളത് വളരെ സിമ്പിൾ ആയിരിക്കും. ഓടി പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ വായിച്ചൊക്കെ നോക്കാം കേട്ടോ. ഇന്ന് പഠിച്ച 2 കാര്യവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രോസസ്സുകളും അതുപോലെ തന്നെ ആ പേഴ്സണൽ മാനേജറിന്റെ റോളുകളും. ഓക്കെ, അപ്പൊ വായിച്ചൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, സീ യു. ഓക്കെ, ആൻഡ് ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കാണുള്ളൂ. അഡ്വാൻസ്ഡ് ഹാപ്പി ഈസ്റ്റർ ടു ആൾ. നമ്മൾ ഹാപ്പി വിഷു ആശംസിക്കാൻ പറ്റിയില്ല. അന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ക്ലാസ്സിലാകുന്നത്. ഈസ്റ്റർ ഒക്കെ നന്നായി ആഘോഷിച്ച് എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.